ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അക്സെപ്റ്റർ ലെവലാണ് പി സൈഡിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അക്സെപ്റ്റർ ലെവൽ ആഡ് ചെയ്താൽ അക്സെപ്റ്റർ ലെവൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അക്സെപ്റ്റർ ലെവൽ അതായത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് പി റീജിയനിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്നും പെന്റാവാലന്റ് ആണ് എൻ റീജിയനിൽ ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് പി റീജിയൻ, അതായത് ഇവിടെയാണ് പി റീജിയൻ എന്ന് പറയുന്നത്, ഈ പി റീജിയനിൽ എന്തുകൊണ്ട് നെഗറ്റീവ് അയോൺസ് ഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് പി റീജിയനിലെ ഹോളാണ്, പി റീജിയനിലുള്ള ഹോള്, ഈ ബോർഡറിലുള്ള പി റീജിയനിലെ ഹോൾ എന്ത് സംഭവിക്കും? ആ പി റീജിയനിലുള്ള ഹോള് ഇവിടെ ഇതൊരു പി റീജിയൻ ആണ്. അപ്പൊ ഈ പി റീജിയനിൽ നിന്ന് ഹോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്താണ്? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഉണ്ട്, 3 എണ്ണേ ഉള്ളൂ. 1 2 3 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണം വേക്കന്റ് ആണ്. അപ്പൊ അതിനെ ഹോളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പുറത്ത് ഉള്ള ഡോണേഴ്സ് ആണ് എൻ സൈഡിൽ ആഡ് ചെയ്യുന്നത്. ഡോണേഴ്സിന് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ ഇലക്ട്രോൺ ഇവിടെ അക്സെപ്റ്റ് ചെയ്താണ് റീകമ്പൈൻ ചെയ്യുന്നത്. ആ എക്സ്ട്രാ ഇലക്ട്രോൺ ഈ ഹോളിലോട്ട് വന്ന് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? റീകോമ്പിനേഷൻ പോസിബിൾ ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയ അക്സെപ്റ്റർ ആറ്റോണിന് എന്ത് സംഭവിക്കും? അക്സെപ്റ്റർ ആറ്റം എന്തായി മാറും? അക്സെപ്റ്റർ അയോൺ ആയ നെഗറ്റീവ് ചാർജ്, ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ചാർജ് അവിടെ കിട്ടുകയും, ഡോണർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ എടുത്ത് കളഞ്ഞു. ന്യൂട്രലാണ്. ഏത് ആറ്റം ആയാലും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കലി ന്യൂട്രലായ ഡോണർ ആറ്റം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്ററിന് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? 0 കയ്യിലുള്ള ഒരു നെഗറ്റീവ് കൊടുത്തു. എന്ത് സംഭവിച്ചു? അവൻ കുറച്ചുകൂടെ പോസിറ്റീവായി മാറി. അപ്പൊ ആ പോസിറ്റീവ് അയോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോ പോസിറ്റീവ് അയോൺ ഈ പോർഷനിലും നെഗറ്റീവ് അയോണുമാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും 2 ഫോം ചെയ്യും. ഇത് തമ്മിൽ കമ്പയർ ചെയ്തില്ല, കാരണം ഇത് ഇമ്മൊബൈൽ ആയിട്ടുള്ള അയോൺസ് ആണ്. ഇമ്മൊബൈൽ അയോൺസ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ മാത്രമേ, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇല്ലായ്മ, ഹോൾ എന്ന് പറയും, ആ ഹോൾ മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കൂ. ഇതിപ്പോ അയോൺസ് ആണ്, അനങ്ങാൻ സാധിക്കാത്ത അയോൺസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ ചാർജ് ഫോം ചെയ്തു. അപ്പൊ ഇനി അങ്ങോട്ട് റീകോമ്പിനേഷൻ പോസിബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം പറഞ്ഞു ഒരു ഹോൾ ഇവിടെ നിന്ന് വന്നു, ഇവിടെ വരുമ്പോൾ ഒരു നെഗറ്റീവ് റിപ്പൾഷൻ ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ്. അപ്പൊ ആ റിപ്പൾഷൻ കാരണം ആ ഹോളിന് ഇപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. സിമിലർലി ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണിന് ഇവിടെ വരുമ്പോൾ നെഗറ്റീവിന്റെ റിപ്പൾഷൻ കാരണം ആ ഇലക്ട്രോണിനും അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. സോ ദർ ഈസ് എ ഡിപ്ലീഷൻ റീജിയൻ. ഒരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഫോം ചെയ്തെന്ന് പറഞ്ഞു. ഡിപ്ലീഷൻ എന്ന് പേര് വരാൻ കാരണം ഇറ്റ് ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഇനി ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസ്, ഈ പോസിറ്റീവും ഈ നെഗറ്റീവ് അയോൺസും കാരണം ഈ രണ്ട് പോർഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 പോർഷൻ കാരണം എന്ത് സംഭവിച്ചു? ഇത് നോക്കുമ്പോൾ 2 ചാർജസ് ആണ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ ഈ 2 ചാർജസ് അല്ലെ, 2 ചാർജസും അവിടെ ഉണ്ട്. ഈക്വൽ ചാർജസ് ആണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പൊ ആ 2 ചാർജസും കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബാറ്ററി പോലെയൊക്കെ തോന്നും. ഇത് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ പറയാം, ഡയഗ്രാം വെച്ച് പറയാം, കൺഫ്യൂഷൻ ആവും. അപ്പോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഫോം ചെയ്തു. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഫോം ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്തു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്തു. ആ ഇയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? ഈ ഡയറക്ഷനിലോട്ടാണ്. അതായത് ഈ പോസിറ്റീവ് നിന്ന് ഈ നെഗറ്റീവിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്.
ഇലക്ട്രിക് ഫീൽഡ് ഇതാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഈ പോസിറ്റീവിൽ നിന്ന് ഈ നെഗറ്റീവിലോട്ടാണ്. നമ്മൾ പണ്ട് ഇലക്ട്രിക് ചാർജും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കുക. അപ്പോൾ നമ്മളൊരു പോയിന്റ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദിസ് പോസിറ്റീവ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദിസ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെ പോസിറ്റീവ് ആണ്, ആ പോസിറ്റീവിന്റെ പുറത്തോട്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ് ദി പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തോട്ട് ഔട്ട്സൈഡ് ദിസ് പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് ദി പോസിറ്റീവ് ചാർജ് ആയിരിക്കും നമുക്ക് എന്ത് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ സൈഡിലോട്ടായിരിക്കും. ഓക്കെ, പിന്നെ അവിടെ മനസ്സിലാക്കാനുള്ളത് ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഡ്രിഫ്റ്റ് ഉണ്ടാവും. ഒരു ഫീൽഡ് കാരണമുള്ള കരിയറിന്റെ മൂവ്മെന്റിനെയാണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് കാരണം, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കാരണമുള്ള മൂവ്മെന്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള മൂവ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള മൂവ്മെന്റ് ഓഫ് കരിയേഴ്സിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഈ ഡയറക്ഷനാണ്. ഇപ്പൊ ഡ്രിഫ്റ്റ് കറണ്ട് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്, ഡ്രിഫ്റ്റ് കറണ്ടും അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിഫ്യൂഷൻ കറണ്ട്, ഡിഫ്യൂഷൻ കാരണം എന്ത് സംഭവിച്ചു, ഇവിടെ ഹോൾസ് കൂടുതലായിരുന്നു, ഇവിടെ ഹോൾസ് കൂടുതലായിരുന്നു. ഇത് പി റീജിയൻ ആണ്. എല്ലാം നല്ല രീതിയിൽ നോക്കുക. ഇത് പി, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴേ ചോദിക്കട്ടോ. ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ ആണ്. പി റീജിയൻ ഹോള് കൂടുതലാണ്, ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾ. എന്ത് സംഭവിക്കും, ഹോളിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടായിരിക്കും. ബേസ് ആയിട്ടാണ് എത്ര സ്റ്റോറി പറയുന്നത്, ഹോളിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടായിരിക്കും. ഇനി ഡ്രിഫ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാവും, ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. ഡ്രിഫ്റ്റ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് കാരണം ഡ്രിഫ്റ്റ് ഓഫ് കരിയേഴ്സ് ഉണ്ടാവും. ഡ്രിഫ്റ്റ് ഓഫ് കരിയേഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഹോൾസ് ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് വന്നു. ഹോൾ കറണ്ട്, ഹോളിന്റെ മൂവ്മെന്റ് തന്നെയായിരിക്കും കറണ്ടിന്റെ മൂവ്മെന്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഹോളിന്റെ മൂവ്മെന്റ് തന്നെയാണ് കറണ്ടിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ ഡിഫ്യൂഷൻ കറണ്ട് ഈ ഡയറക്ഷനിലോട്ടും, ഡിഫ്യൂഷൻ കറണ്ട് ഈ ഡയറക്ഷനിലോട്ടും, ഡ്രിഫ്റ്റ് കറണ്ട് ഈ ഡയറക്ഷനിലോട്ടും ആയിരിക്കും ഈ ഫീൽഡ് കാരണം. നമ്മൾ വേറെ രീതി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫുൾ റീകമ്പൈൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോ ഡിഫ്യൂഷൻ കറണ്ട് ഹോളിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്, ഹോളിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, അങ്ങോട്ട് തന്നെയാണ് കറണ്ടിന്റെ മൂവ്മെന്റ്. നമുക്ക് വേറെ രീതി പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ കൂടുതലാണ്, ഇലക്ട്രോൺ ഇവിടെ കൂടുതലായത് ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ഇതാണ്, കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഡിഫ്യൂഷൻ കറണ്ട് ഇൻ എഫക്ട് ഈ ഡയറക്ഷൻ ആണ്. ഡിഫ്യൂഷൻ കറണ്ട് ഇൻ എഫക്ട് ഇതാണ് ഡയറക്ഷൻ ഡിഫ്യൂഷൻ കറണ്ട്. ഇപ്പൊ ഡ്രിഫ്റ്റിന്റെ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ് ദി പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. അത് കാരണം ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. ആ ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇമ്മൊബൈൽ അയോൺസ് ഫോം ചെയ്യുന്ന അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ ഉണ്ടാവുകയും ഡ്രിഫ്റ്റ് കറണ്ട് കൂടുകയും ചെയ്യും, അല്ലെ? ഇപ്പൊ നോക്കുക, ആദ്യം ഈ രണ്ട് ലെയേഴ്സ് ഫോം ചെയ്തു. ആദ്യത്തെ രണ്ട് ലെയേഴ്സ് ഫോം ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. വീണ്ടും അടുത്ത ലെയർ ഫോം ചെയ്തു. എന്ത് സംഭവിച്ചു, ഇലക്ട്രിക് ഫീൽഡ് കൂടി. ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഡ്രിഫ്റ്റ് കറണ്ട് കൂടി. അപ്പൊ ഡിഫ്യൂഷൻ കറണ്ട് ഒരേപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിഫ്യൂഷൻ കറണ്ട് അവിടെ ഉണ്ട്, ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങനെ കൂടി വരും. എന്തിനനുസരിച്ചാണ്, ഈ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഡിഫ്യൂഷൻ റീജിയൻ ഫോം ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ഡ്രിഫ്റ്റ് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഏത് സമയത്താണ്, ഇത് ഞാൻ കറണ്ട് വെച്ചിട്ട് പറയണം, ഏത് സമയത്താണ് ഈ ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട് എന്ത് സംഭവിക്കും, പിന്നെ ഫർദർ ഫ്ലോ ഒന്നുമില്ല. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും, രണ്ടും തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് there is no net flow of current. അപ്പൊ അതുവരെയാണ് വേറെ രീതി പറഞ്ഞാൽ ഇവിടെ റീകോമ്പിനേഷൻ നടക്കുന്ന അതുവരെയാണ്. എപ്പോഴാണ് ഡ്രിഫ്റ്റ് കറണ്ട് ഡിഫ്യൂഷൻ കറണ്ടിന് ഈക്വൽ ആവുന്നു, ഇങ്ങോട്ട് വരുന്ന തള്ളിന് അത്രയും തള്ളിനെ തിരിച്ചും തള്ളുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, there is no flow of carriers. അപ്പൊ അതിനെയാണ്, അതാണ് കണ്ടീഷൻ. when the drift current is equal to diffusion current there is no flow of current, അല്ലെങ്കിൽ പിന്നെ ഫർദർ റീകോമ്പിനേഷൻ ഒന്നും നടക്കുന്നില്ല.
അപ്പൊ ആദ്യത്തെ കേസ് ആദ്യം എന്തായിരുന്നു, ഫീൽഡ് വളരെ കുറവായിരുന്നു, കാര്യം 1-2 ചാർജ് റീകമ്പൈൻ ചെയ്തോളൂ, അപ്പോ കറണ്ട് ഫ്ലോ ചെയ്യും, ഡിഫ്യൂഷൻ കറണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞ് ഈ ഫീൽഡ് വലുതായി വരുന്നതനുസരിച്ച് വന്നു ഒരു ആവശ്യത്തിന് ഡിഫ്യൂഷൻ റീജിയൻ ആയപ്പോൾ, ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ ഡിപ്ലീഷൻ റീജിയൻ ആയപ്പോൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്പേസ് ചാർജ് റീജിയൻ ആയപ്പോൾ ഡ്രിഫ്റ്റ് കറണ്ട് ബിക്കംസ് ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട്. പിന്നെ ഫ്ലോ ഒന്നുമില്ല, അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നിലനിൽക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 രീതിയിൽ പറഞ്ഞതാണ്. ഒന്ന് നമ്മളല്ലാതെ ഒരു റിപ്പൾഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, രണ്ടാമത് ഈ രീതി പറഞ്ഞു. അത് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത്, നമുക്ക് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ, പി എൻ ജംഗ്ഷൻ ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എനർജി ബാൻഡ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എനർജി ബാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എനർജി ബാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ജസ്റ്റ് അതിന്റെ ഇക്വേഷനിലെ ജസ്റ്റ് അതിന്റെ ഡയഗ്രാം പറയുന്നത്. അപ്പൊ ഈ ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചത് തന്നെയാണ്, റിവിഷൻ പോലെയും കൂടെ ആവുന്നുണ്ട് അല്ലെ. പി റീജിയൻ ഹോൾസ് കൂടുതലാണ്, ഹോൾസ് കൂടുമ്പോൾ ഫെർമി ലെവൽ എവിടെയായിരിക്കും? ഫെർമി ലെവൽ ഈസ് നിയർ ടു ഹോൾസ് കൂടുതലായിട്ട് കാണുന്ന വാലൻസ് ബാൻഡിന്റെ അടുത്ത്. സോ ദിസ് ദി ഡയഗ്രാം ഫോർ പി ജംഗ്ഷൻ. അതേപോലെ എൻ റീജിയൻ ആലോചിച്ച് നോക്കിയേ, എൻ റീജിയനിൽ എന്ത് സംഭവിക്കുന്നു? എൻ റീജിയനിൽ ഹോൾസ് അല്ല, ഇലക്ട്രോൺ ആണ് കൂടുതൽ. ഇലക്ട്രോൺ കൂടുതലാകുമ്പോൾ, ഇലക്ട്രോൺസ് കൂടുതലുള്ളത് എവിടെയാണ്? കണ്ടക്ഷൻ ബാൻഡിലാണ്. സോ ഇലക്ട്രോണിന്റെ അടുത്തോട്ടാണ് ഫെർമി ലെവൽ നിൽക്കുന്നത്. ഫെർമി ലെവൽ ഈസ് ക്ലോസ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഫെർമി ലെവൽ മോർ ആൻഡ് മോർ ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ് വരും. അതേപോലെ ഹോൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഫെർമി ലെവൽ ബിക്കംസ് മോർ ആൻഡ് മോർ ക്ലോസർ ടു വാലൻസ് ബാൻഡ് വരും. ഓക്കെ, ആ 2 റീജിയൻ വരച്ചു. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഡയഗ്രാം, ഈ ഡയഗ്രാം എങ്ങനെ വരയ്ക്കും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒറ്റ കാര്യം ഓർക്കുക, ഫെർമി ലെവൽ ഒന്നായിരിക്കും. രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് പി വ്യത്യാസം ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡ് ഓഫ് എൻ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദി ഫെർമി ലെവൽ വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഫെർമി ലെവൽ ഏതെങ്കിലും ഒന്ന് അവിടെ ഫിക്സ് ചെയ്യുക. വരയ്ക്കാൻ ഏറ്റവും എളുപ്പത്തിലാണ് പറയുന്നത്, ഏതെങ്കിലും ഒന്ന് അവിടെ ഫിക്സ് ചെയ്യുക. അപ്പൊ നമ്മള് ഈ സാധനം തന്നെ ഫിക്സ് ചെയ്യുന്ന ഈസി, ഇത് ഈസി. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാണ്, പിന്നെ ആ ഫിഗർ ടെക്നിക്ക് കിട്ടുകയുള്ളൂ. ഈസിയും ഇവിയും ആദ്യത്തെ പി ജംഗ്ഷൻ ആണ് ഞാൻ റെഫറൻസ് ആയിട്ട് വരച്ചത്, പി ജംഗ്ഷൻ. ഓക്കെ, ഇത് എൻ ജംഗ്ഷന്റെ ഫെർമി ലെവൽ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എൻ ജംഗ്ഷന്റെ ഫെർമി ലെവൽ ഇവിടെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലായിരിക്കാം. ഈ സാധനത്തിന്റെ ഫെർമി ലെവൽ ഞാൻ ഒരേ ലെവലിലാക്കുന്നു. അപ്പൊ ഇത് രണ്ടായിട്ടാണ് വെച്ചിരുന്നത്. ഈ സാധനം എടുത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫെർമി ലെവൽ ഷുഡ് ബി ഓൺ ദി സെയിം എനർജി. ഫെർമി ലെവൽ ഈസ് ഹാവിംഗ് ദി സെയിം എനർജി. അപ്പൊ ഈ സാധനം ഞാൻ ഇവിടെ ഫെർമി ലെവൽ സെയിം ആയിട്ട് വെച്ചെന്ന് നോക്കി. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു. ഇപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതെല്ലാം പി ടൈപ്പ് എന്ന് പറയുക, ഇതെല്ലാം പിയും ഇതെല്ലാം എൻ ആണ്. അതുകൂടെ അതായിരിക്കും കുറച്ചുകൂടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി എളുപ്പം. ഇത് ഇ എഫ് എൻ, ഇത് ഇ ബി എൻ ആണ്. അപ്പൊ ഇത് ഇ സി പി ആണ്. ഓക്കെ, ഇ സി പി, ഇത് ഇ ബി പി, ഇത് ഇ എഫ് പി, ഇ എഫ് പി. ഇനി ഇ എഫ് പിയും ഇ എഫ് എന്നും ഒരേ ലെവലിന് ഞാൻ വരച്ചു. ഇ എഫ് പിയും ഇ എഫ് എന്നും ഇ എഫ് പിയും ഒരേ ലെവലിൽ വരച്ചു. ഇനി ബാക്കി നേരത്തെ ഇരുന്ന അതേ പൊസിഷൻ ആണ്. കാര്യം സാധനം ഒന്നും മാറ്റിയില്ലോ, എൻ ടൈപ്പ് തന്നെയാണ്, അത് ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ എൻ ടൈപ്പിൽ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് അതേ രീതിയിൽ തന്നെ. അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി വെച്ച് വരയ്ക്കാൻ നോക്കിയേ. ഇതെന്താണ്? ഇത് ഇ എഫ് എൻ ആണ്. ഇ എഫ് എന്റെ തൊട്ടടുത്തല്ല ഇ സി എൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇ സി എൻ വരച്ചു. തൊട്ടടുത്ത് തന്നെ എന്ത് വരച്ചു? ഇ സി എൻ വരച്ചു. ഇ സി എൻ. ഓക്കെ, ഇനി ഫെർമി ലെവൽ കഴിഞ്ഞ് കുറെ കൂടെ താഴോട്ടാണ് എന്ത് വരുന്നത്? ഇ വി എൻ വരുന്നത്. ഇതേ ഡയഗ്രം തന്നെ ഫെർമി ലെവൽ ഇതിന്റെ നേരെ വരച്ചു. ഫെർമി ലെവൽ ഇതിന്റെ നേരെയാണ്, മാറ്റമൊന്നുമില്ല, ഒരേ ലെവലിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഫെർമി ലെവൽ സെയിം എനർജി ലെവലാണ്. ബാക്കി അതേ പൊസിഷൻ, അതായത് ഇ എഫ് എന്റെ തൊട്ടടുത്ത് ഇ സി എൻ എഴുതി. ഇ എഫ് എന്നിനേക്കാൾ വളരെ ദൂരെയാണ് ഇ വി എൻ. അപ്പൊ അതിലൂടെ ദൂരോട്ട് വരച്ചു. ഇതാണ് ഇ വി എൻ, ഇത് ഇ വി എൻ. ഇനി എന്ത് ചെയ്യുക? ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. അത്ര 2 കണ്ടക്ഷൻ ബാൻഡ് തമ്മിൽ ജോയിൻ ചെയ്യുക.
അപ്പൊ ഇവിടെ വരുന്ന സാധനം അതെങ്ങനെ ജോയിൻ ചെയ്യും, സോറി ചെറിയ ടേണിംഗ് ഒക്കെ വരും. അതേപോലെ ഇവിടുത്തെ ഫെർമി ലെവൽ എപ്പോഴും ജോയിന്റ് ആണ് ഓൾറെഡി. ഇവിടുത്തെ ഇത് ഇ വി പിയും ബാലൻസ് ബാൻഡ് ഓഫ് പിയും ബാലൻസ് ബാൻഡ് ഓഫ് എന്നെ തമ്മിൽ ജോയിൻ ചെയ്യുക. So this diagram is same as this diagram. Okay, ഈ രണ്ട് ഡയഗ്രാം സെയിം ആണ്. ഇതിന്റെ വാല്യൂ QV0 ആണ്. ആ QV0 എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ഇനി ഡെറിവേഷൻ ആയിട്ട് വരും. QV0 ആണ്. ഓക്കെ, സെയിം ഡയഗ്രാം. അപ്പൊ ഇത് വരയ്ക്കാവുന്ന ടെക്നിക്ക് അതേ ഉള്ളൂ. ഇത് നമുക്ക് ഇനി അങ്ങോട്ട് എനർജി ബാൻഡ് ഡയഗ്രാം ഒക്കെ ആവശ്യമുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് ഈ ടെക്നിക്ക് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. എനർജി ബാൻഡ് ഡയഗ്രാം എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് വരയ്ക്കാനുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി ആ ഒരു ഐഡിയ, അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. പാർട്ടിക്കിൾ ഫ്ലോ, ഹോൾ ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡിഫ്യൂഷൻ ഡയഗ്രാം ആണ്. പാർട്ടിക്കിൾ എങ്ങോട്ട്, ഹോൾസ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും. ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. ഹോള് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ക്വിക്ക് ആയിട്ട് എന്ന് പറയാം. ഹോൾ ഡിഫ്യൂഷന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിഫ്യൂഷൻ ഡെറിവേഷൻ, നിങ്ങൾ ആ ഡൗട്ടുള്ള ആ വീഡിയോ നോക്കുക. ഡിഫ്യൂഷന്റെ ഡെറിവേഷൻ പഠിച്ചപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഹോളിന്റെ ഡയറക്ഷൻ അല്ലെ, ഹോൾ ഫ്രം പി റീജിയൻ തന്നെ ഹോൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഹോളിന്റെ പാർട്ടിക്കിൾ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഹോളിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഹോൾ കറണ്ടും വരുന്നത്. അതേപോലെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡിഫ്യൂസസ് ഫ്രം എൻ ടു പി അല്ലെ, ഇങ്ങോട്ടല്ലേ പോണത്. അപ്പൊ ഇലക്ട്രോണിന്റെ പാർട്ടിക്കിളിന്റെ ഡയഗ്രം ഇതും സ്വാഭാവികമായിട്ടും കറണ്ട് വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇങ്ങോട്ടായിരിക്കും. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ ഇ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങോട്ടെന്ന് പറഞ്ഞു. ആ കറണ്ടും അങ്ങോട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഹോൾ ഡ്രിഫ്റ്റ് കറണ്ട് ഡ്യൂ ടു ഹോൾസ് ഈ ഡയഗ്രാം ഈ ഡയറക്ഷനാണ് ഹോൾ അല്ലെ. അപ്പൊ ഹോളിന്റെ മൂവ്മെന്റും അത് തന്നെയാണ്, ആ കറണ്ടിന്റെ ഡയറക്ഷനും അത് തന്നെയാണ്. ഓർക്കാൻ എളുപ്പമുണ്ട്. ഡിഫ്യൂഷൻ കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഇങ്ങോട്ട്. ഇപ്പൊ ജസ്റ്റ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഹോള് ഡ്രിഫ്റ്റ് ഓഫ് ഹോൾസ് ഈ ഡയറക്ഷൻ ആയിരിക്കും. പക്ഷെ ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് നേരെ ഓപ്പോസിറ്റ്. കാര്യം നമുക്കറിയാം കറണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്. അപ്പോ ഹോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. പക്ഷെ രണ്ടിന്റെ കറണ്ട് ഡയറക്ഷൻ സെയിം തന്നെയാണ്. അത് ഡിഫ്യൂഷൻ ആയാലും ഡ്രിഫ്റ്റ് ആയാലും. ഒരു കാര്യം ഓർക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയാമെങ്കിൽ പാർട്ടിക്കിൾ ഡയറക്ഷൻ എഴുതാൻ പറ്റും. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ there will be, ഇനി ആ കണ്ടീഷൻ പറയണം, അറ്റ് ഇക്വിലിബ്രിയം there will be no net carriers, there will be no net current flowing across the junction. കാര്യം ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതായത് ഡ്രിഫ്റ്റ് കറണ്ട് ഒരു വശം, ഡിഫ്യൂഷൻ കറണ്ട് വേറൊരു വശം. രണ്ടും ഓപ്പോസിറ്റ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഡ്രിഫ്റ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഡിഫ്യൂഷൻ ഇങ്ങോട്ടാണ്. ബോത്ത് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങോട്ടൊരു 3 ആംപിയർ പോകുന്നു, തിരിച്ചും അതേ 3 ആംപിയർ പോകുന്നു. സോ when we are adding this 3 ഡയറക്ഷൻ കൺസിഡർ ചെയ്താൽ 3 - 3 = 0. സോ അങ്ങനെ ആ രീതിയിൽ ഡ്രിഫ്റ്റ് പ്ലസ് ഡിഫ്യൂഷൻ ഗീവ് 0. അതാണ് നമ്മളെ കണ്ടീഷൻ അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കണ്ടീഷൻ ആണ്. ഓക്കെ,
ഇനി ഇവിടത്തെ ഫിഗർ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. ഇവിടെ പി ടൈപ്പ് റീജിയൻ, പൊട്ടൻഷ്യൽ ഓഫ് പി റീജിയൻ. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്ത ഒരു കാര്യമുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഓൺ ദി ഡിപ്ലീഷൻ റീജിയൻ. ഒരു അസംഷൻ ആണ്, ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ഔട്ട്സൈഡ് ദിസ് റീജിയൻ. അതായത് പി റീജിയനിലും എൻ റീജിയനിലും എന്താണ്, പി റീജിയനിലും എൻ റീജിയനിലും ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു 0. അസംഷൻ ആണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു 0 ഔട്ട്സൈഡ് ദിസ് ഡിപ്ലീഷൻ റീജിയൻ. ഫസ്റ്റ് അസംഷൻ ആണ്, ഈ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പൊ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു അല്ല ഓക്കെ സോറി ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. അത് ഓപ്പോസിറ്റ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് സൈൻ കൊടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യലിന്റെ ഡയഗ്രാം എന്തിനാണ് സൈൻ വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. സൈൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ. ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്ന അതിനനുസരിച്ചാണ് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ ഉള്ളത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ കാണിക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അല്ല, ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. ഓക്കെ ശരി, ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് ആണ്. അടുത്ത നമ്മൾ പറയുന്ന കേസ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ, ഔട്ട്സൈഡ് ദിസ് ഫീൽഡ് 0. അതിന്റെ അർത്ഥം എന്താണ്? ഇ ഇസ് ഈക്വൽ ടു 0. അപ്പൊ പി റീജിയനിലും ഇ 0 ആണ്, എൻ റീജിയനിലും ഇ 0 ആണ്. പി റീജിയനിലും ഇ 0 ആണ്, എൻ റീജിയനിലും ഇ 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? പി റീജിയനിലും ഇ 0 ആണ്, എൻ റീജിയനിലും ഇ 0 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോ നമുക്ക് അവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന് എന്ത് വാല്യൂ വരും നോക്കാം. അപ്പൊ ഇക്ക് 0 കൊടുത്തു. ഇക്ക് 0 ആകുമ്പോൾ 0 ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് അല്ലെങ്കിൽ മൈനസ് ഡി വി ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ആണല്ലോ. ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സാധാരണ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ് 0. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ് 0. സാധാരണ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ആണ് 0. അപ്പൊ ഇവിടെ ഈ വാല്യൂ 0 വരണമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദിസ് റീജിയൻ ഈസ് 0. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഔട്ട്സൈഡ് റീജിയനില് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ്. ഇതിന്റെ ഔട്ട്സൈഡ് റീജിയനിൽ there is no variation of potential with respect to distance. ക്ലിയർ ആവുന്നുണ്ടോ? പി റീജിയനിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പി റീജിയനില് ഓക്കെ, പി റീജിയനില് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ വെളിയിൽ പി റീജിയനിലും ഇല്ല, എൻ റീജിയനിലും ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ വെളിയിൽ, ഈ ഡിപ്ലീഷൻ റീജിയന്റെ വെളിയിൽ ഇലക്ട്രിക് ഫീൽഡ് പി റീജിയനിലും ഇല്ല, എൻ റീജിയനിലും ഇല്ല. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പി റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇ ഇസ് ഈക്വൽ ടു 0. പി റീജിയനിൽ ഇ ഇസ് ഈക്വൽ ടു 0. പി റീജിയനിൽ ഇ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് വോൾട്ടേജിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ് അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? വേരിയേഷൻ ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ്, ഇതിന്റെ ഡിസ്റ്റൻസ് മാറുന്ന അനുസരിച്ച് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ 0. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ആ സ്പേസ് ചാർജ് റീജിയൻ അല്ലാതെ പി റീജിയനിൽ പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരച്ച, അവിടെ വേരിയേഷൻ ഇല്ല, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സിമിലർലി എൻ റീജിയന്റെ കേസ് വരയ്ക്കുക. എൻ റീജിയനില് ഓക്കെ, എൻ റീജിയനില് ആലോചിക്കുക, എൻ റീജിയനില് ഇതേ അവസ്ഥ തന്നെയാണ്. എൻ റീജിയനിലും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നാണ് പറയുന്നത്. എൻ റീജിയനിലും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെന്ന് വെച്ചാൽ ഇതേ കണ്ടീഷൻ തന്നെയാലും ചേഞ്ച് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ എൻ റീജിയൻ ഈസ് ആൾസോ 0. അപ്പൊ എൻ റീജിയനിലും പൊട്ടൻഷ്യൽ എന്താണ്? ഇറ്റ് ഈസ് എ, എൻ റീജിയനിലും പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ്. കാരണം എന്താണ്? ഇ ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുവരെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. ഇനി ഒരു കാര്യം ഓർക്കുക, ഇത് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ നമുക്കറിയാം പി റീജിയനില് നമുക്കറിയാം ഹോൾസ് ആണ് എപ്പോഴും എനർജി കൂടുതൽ അല്ലെ. സോറി, ഹോൾസ് അല്ല, ഇലക്ട്രോൺസ് ആണ് എപ്പോഴും എനർജി കൂടുതൽ, കണ്ടക്ഷൻ ബാൻഡൊക്കെ കൂടുതൽ. ആ രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ മനസ്സിലാവും. ഇവിടെ കൂടുതൽ എന്താണുള്ളത്? ഇലക്ട്രോൺ ആണ് കൂടുതലായിട്ട് ഉള്ളത്. കൂടുതൽ ഹയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ കൂടുതലുള്ളത് ഏതാണ്?
ഇലക്ട്രോൺ ആണ്. എനർജി കൂടുതൽ ഇലക്ട്രോൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈസ് ആൾസോ മാക്സിമം ഫോർ ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ കൂടുതൽ ഉള്ളത് ഏത് റീജിയനിലാണ്? എൻ റീജിയനിലാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹയർ ഫോർ എൻ റീജിയൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയാം, എന്താണ്? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ഹൈ ഫോർ എൻ റീജിയൻ. അതൊന്നുകൂടെ ഓർക്കുക. ഇലക്ട്രോണിനാണ് എനർജി കൂടുതൽ അല്ലെ, കാരണം നമുക്കറിയാം ഇലക്ട്രോൺ ഈസ് മെയിൻലി പ്രസന്റ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. ഇതല്ലേ എനർജി. അതിൽ നിന്ന് കുറഞ്ഞ എനർജി EF, അതിൽ നിന്ന് കുറഞ്ഞതാണ് വാലൻസ് ബാൻഡ്. അപ്പൊ ഇലക്ട്രോൺ കൂടുതലുള്ളത് ഏതിലാണ്? എൻ റീജിയനിലാണ് ഇലക്ട്രോൺ കൂടുതൽ കണ്ടക്ഷൻ ബാൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ എനർജി കൂടുതൽ എന്ന് പറയുമ്പോൾ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ. അപ്പൊ പൊട്ടൻഷ്യൽ കൂടുതൽ ഏതിനാണ്? എൻ റീജിയൻ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ അപ്പൊ കുറവ് ഏതിനാണ്? VP ആണ്. പിന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം ഇതിന്റെ അപ്പുറവും ഇപ്പുറവും E0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? E0 എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ്. അപ്പോ VPയും ഒരു കോൺസ്റ്റന്റ് ആണ്, VNും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഏതാണ് കൂടുതൽ കുറവെന്ന് അറിയാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ ആണ് എനർജി കൂടുതലുള്ളത്. സോ ഇലക്ട്രോൺ ഈസ് ഹാവിംഗ് മോർ പൊട്ടൻഷ്യൽ. അത്രേ ഉള്ളൂ. സോ അപ്പൊ ഇലക്ട്രോൺ മേല് വരും, ഇലക്ട്രോണിന്റെ എന്ന് വെച്ചാൽ എൻ റീജിയൻ മേല് വരും. ഇലക്ട്രോൺ കൂടുതലുള്ള എൻ റീജിയൻ ആയിരിക്കും മോർ പൊട്ടൻഷ്യൽ. സിമിലർലി ഹോൾസ് കൂടുതലുള്ള P റീജിയൻ ആയിരിക്കും ലെസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ബാക്കി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹിയർ വേരിയേഷൻ ഉണ്ട് അല്ലെ. E - dV/dx ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ട്. ദർ ഈസ് സം വാല്യൂ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ അർത്ഥം എന്താണ്? ദർ ഈസ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ദിസ് റീജിയൻ. ഇവിടെ പൊട്ടൻഷ്യലിന്റെ ചേഞ്ച് ഉണ്ട്. അപ്പൊ എന്താണ്? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് ചേഞ്ചിങ് അല്ലെ. ചേഞ്ചിങ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലെ. പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയ പൊട്ടൻഷ്യലും ഇങ്ങെത്തുമ്പോൾ മാക്സിമം പൊട്ടൻഷ്യലും ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് ചേഞ്ചിങ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇവിടെ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇവിടെ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോ എന്ന് വെച്ചാൽ ഇവിടെ ഇക്ക് എന്തൊക്കെ വാല്യൂ ഉണ്ട്? ഇക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഓരോ പോയിന്റിലും ഇക്ക് വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് there is at each and every point there is a change in voltage. എല്ലാ പോയിന്റിലും വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ട്. എല്ലാ പോയിന്റിലും വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അപ്പൊ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ നമുക്കറിയാം? ഇവിടെ കുറവും ഇവിടെ കൂടുതലും, ഇവിടെ ചേഞ്ചും ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് ആൻഡ് റീച്ചസ്, ഇറ്റ് ചേഞ്ചസ് അല്ലെ. ഇവിടെ ഇങ്ങനെ വരച്ചാൽ എല്ലായിടവും ചേഞ്ച് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ വരച്ചാൽ there is change in potential എന്നിട്ട് മാക്സിമത്തിലോട്ട് വന്നു ചെയ്തു. സോ ദിസ് വിൽ ബി ദി ഡയഗ്രാം ഓഫ് എന്താണ്? അവർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. VP കുറവ്, VN കൂടുതൽ. ഈ റീജിയനിൽ ഈ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ചേഞ്ച് ആവുന്നതനുസരിച്ച് ഈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് there is വേരിയേഷൻ ഓഫ് വോൾട്ടേജ്. ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങുന്നു. ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങി ഇവിടെ ഈ പോയിന്റ് വരെയാണ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇവിടെ നിന്ന് തുടങ്ങി മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കുന്നു? മാക്സിമം ഉള്ള സ്ഥലത്തുനിന്ന് ഏറ്റവും കുറവായിരിക്കും, കുറഞ്ഞ് ഏറ്റവും കുറവുള്ള സ്ഥലത്ത് മാക്സിമം ആയിരിക്കും ഉണ്ടാകുന്നത്. ആ രീതിയിൽ ആലോചിച്ചാൽ മതി, കാരണം മൈനസ് സൈൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹിയർ വി ആർ ഹാവിംഗ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഫുൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റും വരുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് വരയ്ക്കുന്ന നമുക്ക് മനസ്സിലായി. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് we will be discussing about relation between V0 and doping concentration.